അല്ല, പ്രതിപക്ഷ നേതാവ് എന്തു പറയണം, എന്ത് പ്രചരിപ്പിക്കണം എന്നുള്ള പൂർണ്ണമായ ജനാധിപത്യപരമായ അവകാശം പ്രതിപക്ഷ നേതാവിനുണ്ട്, UDF-നുണ്ട്. മന്ത്രിമാർ പൊതുവേ രാഷ്ട്രീയം പറയാറുണ്ട്. മന്ത്രിമാർ 5 വർഷം മന്ത്രിയായതിൻ്റെ ഭാഗമായി നാടിനു വേണ്ടി സ്വന്തം വകുപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി ജനങ്ങളെ അറിയിക്കണം. അത് അറിയിക്കാൻ ശ്രമിക്കണം. അത് ഓരോ മന്ത്രിയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ LDF-ന് വോട്ട് ചെയ്തവരുടെയും LDF-ന് വോട്ട് ചെയ്യാത്തവരുടേതുമായ 100% വരുന്ന ജനങ്ങളുടെയും മന്ത്രിയാണ്. ആ നിലയിൽ 100% വരുന്ന കേരളത്തിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും മന്ത്രിമാർ പറയണം. നാടിനു വേണ്ടി ഓരോ വകുപ്പും ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോയ മന്ത്രിമാർ എന്തൊക്കെ ചെയ്തു, എന്താണ് ഫലം, റിസൾട്ട് എന്താണ്? ആ റിസൾട്ട് ഓറിയൻറ്റഡായി മന്ത്രിമാർ നിൽക്കേണ്ട ഏറ്റവും വലിയ ടൈമാണ് ഈ 6 മാസം. ഇപ്പോൾ വ്യക്തിപരമായി എനിക്ക് ചുമതലയുള്ള 2 വകുപ്പിലും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ വകുപ്പിലും ഓരോ മന്ത്രിമാരും അതാണ് നടത്തുന്നത്. ഇത് പറയണം. സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയം, പൊതു രാഷ്ട്രീയം, ഇതൊക്കെ പൊതുവേ മന്ത്രിമാർ പറയാറുണ്ട്. അത് പൊതുവേ പറഞ്ഞ് പോകുന്ന സ്ഥിതിയാണ് പൊതുവേ കാണാൻ സാധിക്കും. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ല സ്ഥിതി, ഇതിലും അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും നിരവധി കുടുംബയോഗങ്ങളിലും മറ്റും പങ്കെടുത്തു. ഞാൻ 156 കുടുംബയോഗത്തിൽ പങ്കെടുത്തു. കുടുംബയോഗം എന്ന് പറഞ്ഞാൽ ഈ റേഡിയോ ഓൺ ചെയ്ത് വെക്കുകയില്ല, ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനും കൂടിയുള്ള സമയമാണ്. 1366 പേരാണ് ഈ 156 കുടുംബയോഗത്തിൽ പങ്കെടുത്തത്. എവിടെയും ഭരണത്തിനെതിരെയോ വികസനത്തിനെതിരെയോ ക്ഷേമപ്രവർത്തനങ്ങൾക്കെതിരെയോ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിമർശനം വന്നിട്ടില്ല. സംശയങ്ങൾ പലതും ചോദിക്കും, അത് പറഞ്ഞു പോകും. പൊതുവേ ഭരണവിരുദ്ധ വികാരം പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അവിടുത്തെ പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. വികസനം പൊതുവേ ജനങ്ങൾ അംഗീകരിക്കുന്നു, ക്ഷേമപ്രവർത്തനം ജനങ്ങൾ അംഗീകരിക്കുന്നു. ഇത് കൂടുതൽ ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും വോട്ട് കുറഞ്ഞാൽ വികസനത്തിന് വോട്ടില്ല, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം, വികസനത്തിനും ക്ഷേമത്തിനും വോട്ടില്ല എന്നല്ല കരുതേണ്ടത്. വികസന പ്രവർത്തനവും ക്ഷേമപ്രവർത്തനവും ജനങ്ങളിൽ എത്തിക്കുന്നതിൽ എവിടെയെങ്കിലും പാളിച്ച പറ്റിയോ, അതാണ് പരിശോധിക്കുക. അത് പൂർണ്ണമായും കൃത്യമായും പുതിയ കാലത്തിനനുസരിച്ച് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റിയാൽ ഒരു സംശയമില്ല, ഇതിലും വോട്ട് വർദ്ധിക്കും. കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകത ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് വോട്ട് ചെയ്യുക. അത് ഏറ്റവും വലിയ തെളിവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലെ 2 തെരഞ്ഞെടുപ്പ്, 1991 1996 തെരഞ്ഞെടുപ്പ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനായി ബൂത്ത് പ്രവർത്തിച്ച ആളാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താ? നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒരുമിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. ഒരേ മനുഷ്യൻ 2 വോട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ത്രിതല പഞ്ചായത്തിലൊക്കെ ചെയ്യുന്നത് പോലെ 2 വോട്ട് ചെയ്യാം. 1991 അവസാന ഘട്ടമായപ്പോൾ ബഹുമാന്യനായ ശ്രീ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. വല്ലാത്ത നിലയിൽ അത് പിന്നെ സഹതാപ തരംഗമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. ഏറെക്കുറെ അതിൽ വിജയിച്ചു UDF. എന്നിട്ടും അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ അധികം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയിരുന്നു. 1996 നിങ്ങളെടുത്തോ, LDF-ൻ്റെ സ്വീപ്പായിരുന്നല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അന്ന് ലോക്സഭയിലേക്കും കോൺഗ്രസ് വിരുദ്ധത പൊതുവെ വന്നല്ലോ. നിങ്ങൾ ഓർക്കുന്നില്ലേ, ദേവഗൗഡയും IK ഗുജറാളൊക്കെ വന്ന തെരഞ്ഞെടുപ്പ്. എന്നിട്ടും 1996 ലോക്സഭയേക്കാൾ പല ഇടങ്ങളിലും നിയമസഭയിൽ വലിയ നിലയിൽ LDF-ന് വോട്ട് കിട്ടി. അപ്പോൾ LDF പ്രതിപക്ഷമാകാൻ വേണ്ടി ആഗ്രഹിച്ച 1991 തെരഞ്ഞെടുപ്പിലും LDF ഭരണകക്ഷിയാകാൻ വേണ്ടി മലയാളി ആഗ്രഹിച്ച 1996 തെരഞ്ഞെടുപ്പിലും ലോക്സഭ സ്ഥാനാർത്ഥികളെക്കാൾ നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് വലിയ പെർസെൻറ്റേജ് വോട്ട് കിട്ടി. അപ്പോൾ ഇത് നിയമസഭയിൽ എപ്പോഴും LDF-ന് ഒരു വോട്ട് പൊതുവേ മലയാളികൾ ചെയ്യാറുണ്ട്. കേരളം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ 2009 മണ്ഡല പുനർവിഭജനം, ആദ്യം നടന്ന തെരഞ്ഞെടുപ്പ് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു 2009. 2011 മണ്ഡല പുനർവിഭജനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് 2011, 2016, 2021. ഈ 3 തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ LDF-ന് നല്ല ബേസ് വോട്ടുണ്ട്, നല്ല നിലയിൽ സീറ്റുണ്ട്. LDF-ന് ഈ 3 തെരഞ്ഞെടുപ്പിലും 60-ലധികം 68 ഏറ്റവും മിനിമം സീറ്റ്. അത് പൊതുവേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡാണ്. ജനങ്ങൾ കേരളം സുരക്ഷിതമായി നിലകൊള്ളണമെങ്കിൽ, കേരളത്തിൽ മതവർഗീയ ധ്രുവീകരണം കലാപങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, കേരളത്തിൽ സൽഭരണം ഉണ്ടാകണമെങ്കിൽ, അഴിമതിരഹിത ഭരണം ഉണ്ടാകണമെങ്കിൽ അത് LDF-ആണ് നല്ലത് എന്ന് UDF-ൽ പ്രവർത്തിക്കുന്നവർ പോലും ചിന്തിക്കുന്നു.
കോൺഗ്രസിൽ ദീർഘകാലം കോൺഗ്രസിന് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു, UDF വോട്ട് ചെയ്തവർ പോലും വോട്ട് ചെയ്യുന്നു. ഇതൊരു വസ്തുതയാണ്. ഈ വോട്ടിംഗ് പാറ്റേണാണ് കേരളത്തിൽ. ഇതല്ല എന്ന് സ്ഥാപിക്കൽ UDF ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതവർ ചെയ്യും, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരുടെ ഇൻറ്റേർണൽ മീറ്റിങ്ങിൽ അവരിത് പറയാറുണ്ട്. ഇൻറ്റേർണൽ മീറ്റിങ്ങിൽ അവർ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്ന കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ വോട്ടിംഗ് പാറ്റേൺ വേറെയാണ്. LDF സിറ്റിംഗ് MLA-മാരുണ്ട്, അതിൽ ആര് മത്സരിക്കും ആര് മത്സരിക്കില്ല എന്നൊക്കെയുള്ളത് LDF തീരുമാനിക്കും. എന്നാൽ ആ സിറ്റിംഗ് MLA-മാർ നന്നായി പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ, നല്ല നിലയിൽ പെർഫോം ചെയ്യുന്നവരാണെങ്കിൽ, അവരിൽ പലരും തന്നെ വീണ്ടും LDF സ്ഥാനാർത്ഥിയായി വരുന്നവരാണെങ്കിൽ അവർക്ക് പേഴ്സണലി പിടിക്കാൻ പറ്റുന്ന വോട്ടുണ്ട്. ഇനി ആ സിറ്റിംഗ് MLA നന്നായി പെർഫോം ചെയ്യുന്ന LDF സിറ്റിംഗ് MLA ആണ്, മത്സരിക്കുന്നില്ല, പക്ഷേ ആ മണ്ഡലം ഏറ്റവും നല്ല നിലയിൽ നേഴ്സ് ചെയ്ത MLA ആണെങ്കിൽ അതിൻ്റെ ഗുണം LDF അടുത്ത സ്ഥാനാർത്ഥിക്ക് കിട്ടും. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഏകദേശം ഒരു 100ൻ്റെ അടുത്ത് സീറ്റിൽ ഈ അപകടം അവർക്കുണ്ട്. ഒരു 10 സീറ്റിൽ, ഞാനീ പറഞ്ഞ 10-13 സീറ്റിൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഈ മിഷൻ 110 എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ ലക്ഷ്യം അത് യാഥാർത്ഥ്യമാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, നല്ല നിലയിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ജനങ്ങൾക്കിടയിൽ സാധാരണ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. മന്ത്രി എന്ന് പറഞ്ഞാൽ കൊമ്പൊന്നുമില്ല. ഞങ്ങളെല്ലാവരും, നിങ്ങൾ കാണുന്നില്ല, നിങ്ങളിപ്പോൾ എത്ര കാലമായി കാണുന്നത്, എന്തൊക്കെ കുപ്രചരണം നടത്തി ഒരു ഡ്രസ്സ് തയ്പ്പിക്കാൻ നോക്കിയാൽ ഡ്രസ്സ് ഫിറ്റായില്ലല്ലോ. എന്താ ഫിറ്റാവാത്തത്? ഞങ്ങളുടെ രീതിയാണ്, ജനങ്ങളോട് ഞങ്ങളുടെ രീതിയാണ്, ആ രീതിയുടെ ഭാഗമാണ്. അഹങ്കാരി എന്ന് ആർക്ക് എതിരാളിക്കും വിളിക്കുക, പക്ഷേ അഹങ്കാരിയാണോ അല്ലയോ എന്ന് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനെയും ഓരോ മന്ത്രിയെയും വിലയിരുത്തേണ്ടത് ജനമാണ്, ജനത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അഹങ്കാരി, താൻ പ്രമാണിത്വം, ജനങ്ങളെ കാണുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാം, ജനാധിപത്യത്തിൽ ആർക്കും പറയാം. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനുള്ള ജനാധിപത്യപരമായ അവകാശം പൗരനുണ്ട്. ആ ആത്മവിശ്വാസമാണ് കേരളത്തിലെ മന്ത്രിസഭയിലെ ഞങ്ങൾ ഓരോരുത്തർക്കും. ആ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകർക്കും ഉള്ളത്. അതുകൊണ്ട് മിഷൻ 110 എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൻ്റെ ഇന്നലത്തെ തീരുമാനം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി അത് ലക്ഷ്യത്തിലെത്തിക്കാനാകും.